എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരോഗ്യമന്ത്രി അൻസാരിദാസും മനസ്സിനെയും ആകാശം മൃണാളിനി എല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞു, നാളെയാണ് ഡോക്ടർ ഇഷിതയുടെ വിവാഹം, അതൊരിക്കലും നടക്കാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിനോദും ആകാശവും ഒക്കെ പറഞ്ഞു, ഒരിക്കലും നടക്കാൻ പാടില്ല, എന്തിനു വേദന ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് മന്ത്രി പറഞ്ഞു, നാളെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണമെന്ന് പറയാം. അതിന് ഞാൻ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാം. പിന്നീടും മനസ്സിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ വേണം ഡോക്ടർ ഇഷിതയുടെ ചുമതല നാളെ ഏറ്റെടുക്കാനായിട്ട്. മനസ്സിന് പറഞ്ഞു, അതെനിക്ക് തന്നെയാ ഡോക്ടർ ഇഷിതയുടെ കംപ്ലീറ്റ് ചുമതല കിട്ടിയിരിക്കുന്നത്. അവള് ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെയാന്ന് പറയാം. അപ്പൊ ആ കാര്യം എളുപ്പമായി. പിന്നെ വിവാഹത്തിന് 15 മിനിറ്റ് മുമ്പ് വേണം നമ്മുടെ പ്ലാനൊക്കെ തയ്യാറാക്കാനായിട്ട്. 15 മിനിറ്റ് മുമ്പ് അവളെ തട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം. മനസ്സിനൊരു കാര്യം ചെയ്യണം, വിവാഹത്തിന് 15 മിനിറ്റ് ഉള്ളപ്പം അവളെ പതുക്കെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരണം. ആ സമയത്ത് നമ്മൾ ഏർപ്പാടാക്കിയ ആൾക്കാരെ അവളെ തട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്ന് പറയാം. പിന്നീട് വിനോദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, നിന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ ഗുണ്ടകള്, അവന്മാരെ എത്തിക്കണമെന്ന് പറയാ. കൃത്യസമയത്ത് തന്നെ അവന്മാര് വന്ന് ഡോക്ടർ ഇഷിതനെ പൊക്കിക്കൊണ്ട് പോകണമെന്ന് പറയാം. ശരി സാർ, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദിന്റെ ഫോണിലേക്ക് കോള് വരുവാണ്. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അത് വിളിച്ചിരിക്കുന്ന അമ്മയാണ് വിളിച്ചിരിക്കുന്നത്, സ്വപ്നവല്ലിയെ വിളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് അങ്ങോട്ടേക്ക് മാറിപ്പോവാണ്. എന്താമ്മേ, എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. ഈ സമയത്ത് സ്വപ്നവല്ലി പതുക്കെ മാറി മുറി വന്നിരുന്ന് കഥ കടിച്ചെന്നാണ് സംസാരിക്കുന്നത്. അത് പിന്നെ മോനെ, നാളെ നിന്റെ ഏട്ടന്റെ വിവാഹമാണെന്ന് നിനക്കറിയാലോ. അറിയാമേ, എനിക്ക് കൂടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലോ എന്ന് പറയാം. എടാ മോനെ, ഞാൻ നിന്റെ ഏട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വിവാഹം വന്ന് കൂടിക്കോ, അതിനകത്ത് പങ്കെടുത്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ഭയങ്കര സന്തോഷമായി വിനോദിന്. എനിക്ക് സന്തോഷമായമ്മേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഏട്ടന്റെ ആദ്യ വിവാഹമോ കൂടാൻ പറ്റില്ല. ഏട്ടന്റെ മോളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, മോളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം. അതൊക്കെ സാധിക്കും മോനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, വിവാഹം കൂടാൻ വന്നാലും ബന്ധുത്വം സ്ഥാപിക്കാനൊന്നും വന്നേക്കരുതെന്ന്. മോന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമെന്ന് എനിക്കറിയാം, അതൊന്നും സാരമില്ലമ്മേ. ഏട്ടൻ അകലെ നിന്നാണെങ്കിലും കല്യാണം കൂടാനായിട്ട് പറഞ്ഞല്ലോ, അത്രയെങ്കിലും സമ്മതം തന്നല്ലോ, അത് മാത്രം മതി. അത് മാത്രം എനിക്കൊരു ആഗ്രഹമുള്ളെന്ന് പറയാം. എടാ മോനെ, നീ പിന്നെ അങ്ങനെ വിവാഹ സമയത്ത് വരുന്ന സമയത്ത് എന്നെ ഒന്നൊന്ന് കാണണം കേട്ടോ. ഒരു ഇച്ചിരി സമയം, എനിക്കൊരു 2 മിനിറ്റ് നിന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയണ. ശരി അമ്മയെന്ന് പറയണ. പിന്നീട് വിനോദ് ചോദിച്ചു, അല്ലമ്മേ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരാമെന്ന് ചോദിക്കാം. അതെന്താടാ മോനെ, നിനക്ക് അത്ര ധൃതിയായോ ഏട്ടത്തിയമ്മേനെ കാണാനായിട്ട്? അല്ല, അത് പിന്നെ ഞാന് ഇപ്പൊ തന്നെ അയച്ചു തരാന്ന് പറയണം. അപ്പത്തേനും വിനോദിന്റെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരണം. നോക്കിക്കഴിഞ്ഞപ്പത്തിനും ആ ഫോട്ടോ കണ്ട് വിനോദ് ഞെട്ടുവാണ്. എന്റെ ഭഗവാനെ, താൻ എന്തായി കാണുന്നേ? അത് മറ്റാരുടെ ഫോട്ടോ ആയിരുന്നില്ല, ഡോക്ടർ ഇഷിതയുടെ ഫോട്ടോ ആയിരുന്നു. ഡോക്ടർ ഇഷിതയുടെയാണോ തന്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നേ? ആകെപ്പാടെ ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് പിന്നെ വിനോദ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ വിനോദ് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മന്ത്രി വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെന്താ വിനോദ് ഇവിടെ മാറി നിൽക്കുന്നേ, വന്നേ പോകാന്ന് പറയണം. അങ്ങനെ അവര് കാറിൽ കയറി അങ്ങോട്ട് പോകണം. പോകുന്ന സമയത്തും വിനോദിന്റെ ഉള്ളിൽ ഈ ചിന്തകളൊക്കെ ആയിരുന്നു. ആ സമയം ഹൽദിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കണം. അപ്പൊ വിശ്വജിത്താണ് ഹൽദിക്കുള്ള കാര്യങ്ങൾ, ഇവന്റ് മാനേജ്മെന്റ്. അപ്പം വിശ്വജിത്താണ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. തന്റെ സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞപ്പോ വിശ്വജിത്ത് പറഞ്ഞു, അതെ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഗംഭീരമാക്കണം. 2 VIP കല്യാണമാണ്, തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത്. ഡോക്ടർ ഇഷിതയുടെയും പിന്നെ CEO മഹേഷ് ചന്ദ്രന്റെ എന്ന് പറയാം. ഒന്നിനും ഒരു കുറവും വരില്ലെന്ന് പറയണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറയാ. പിന്നീട് പറഞ്ഞു, അറിയാലോ, ഒരുപക്ഷെ ഈ വിവാഹം നല്ല ഗംഭീരമായിട്ട് നടക്കുവാണെങ്കിൽ ഇനി വരുന്ന ഇത് ഹിന്ദുസ്ഥാന കമ്പനിയുടെ CEO ആണ് മഹേഷ് ചന്ദ്രൻ. അയാളുടെ കുറെ പ്രോജക്ട്സും കാര്യങ്ങളും നമുക്ക് കിട്ടും, നമ്മൾ രക്ഷപ്പെടും എന്ന് പറയാം. അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രിയാമണിയും മാഷും കൂടെ വരുന്നേ. അവരെ കണ്ടതും ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് വിശ്വജിത്ത് പറഞ്ഞു, അതെ, വരണം സാർ, വരണം എന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമാണല്ലോ അല്ലേ എന്ന് മാഷ് ചോദിക്കുക. അതെ മാഷ് എന്ന് പറയാം. അതെ, വിശ്വജിത്തിന് പരാതിയും പരിഭവങ്ങളും ഒന്നും ഇല്ല എന്ന് ഓർത്തോണ്ട് മാത്രം, ഞങ്ങളോടൊന്നും ഇല്ലാത്തോണ്ട് അറിയാവുന്നോണ്ട് മാത്രമാണ് ദേ ഇവന്റ് മാനേജ്മെന്റ് ആ ഒരു കാര്യം നടത്താൻ വേണ്ടി ഞാൻ വിശ്വജിച്ചിനെ ഏൽപ്പിച്ചതെന്നൊക്കെ മാഷ് പറയാണ്. ഇത് കേട്ടപ്പം വിശ്വജിത്ത് പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല മാഷേ, എനിക്കെന്തിനാ മാഷിനോടും കുടുംബത്തിനോടും വൈരാഗ്യം, അതിന്റെ കാര്യമില്ല. ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞാൽ നല്ല ബോൾഡ് ആയിട്ടൊരു പെൺകുട്ടിയാണ്. അപ്പൊ ആ ബോൾഡ്, അത്രയും നല്ല ബോൾഡ് ആയിട്ടൊരു പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ ഞാൻ ആ രീതി വേണമായിരുന്നു. പക്ഷെ എന്റെ ഭാഗത്തെ തെറ്റ്, ഞാനാ തെറ്റ് ചെയ്തേ. ഡോക്ടർ ഇഷിതയ്ക്ക് ഇപ്പൊ എന്താണ് കിട്ടാൻ പോകുന്നത്? നല്ലൊരു പയ്യനെയല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നെ പോലെയുള്ള ഒരുത്തനെ അല്ലോ എന്ന് പറയാം.
ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും പറയരുത്, വിശ്വജിത്തിന് നല്ലൊരു വിവാഹം വരുമെന്ന് പറയണം. അങ്ങനെ തന്നെ ഞാൻ ആശ്വസിച്ചോണ്ടിരിക്കണേ എന്നൊക്കെ പറയണം. പിന്നീട് അവരെ ആനയിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം വിനോദ് താൻ താമസിക്കുന്നിടത്തേക്ക് വന്നാലും വിനോദിന്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനും ചിന്തയായിരുന്നു. ഡോക്ടർ ഇഷിതയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പത്തേക്കും വിനോദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ ശരി, അങ്ങനെ തന്നെ ചെയ്തേക്കാം, ഇപ്പൊ തന്നെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് കോള് കട്ടിയാണ്. അപ്പൊ വിനോദിന്റെ മനസ്സിൽ പണ്ടത്തെ തന്റെ ചേട്ടനെയും കുറെ ചിത്രങ്ങളും ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അവസാനം താൻ ഏട്ടനെ കണ്ട സമയത്ത് ഏട്ടനെ താൻ അടിച്ചതും ആ ഡ്രഗ്സിനന്ന് അടിമയായിരുന്നു. അന്ന് ഏട്ടൻ പോയതും ആ ഒരു മുഖമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ വിനോദിന് തോന്നുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഇഷിത ഡോക്ടർ ആണെന്നുള്ള കാര്യം ഇപ്പോഴല്ലേ അറിയണേ, മുമ്പ് അറിയുമായിരുന്നെങ്കിലോ. എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടാ വന്നിരിക്കുന്നത്. മന്ത്രിക്ക് ഉറപ്പ് കൊടുത്താണ് നാളെ ഗുണ്ടകളെ ഇറക്കും, തട്ടിക്കൊണ്ടു പോകുന്നൊക്കെയുള്ള കാര്യത്തില്. ഇനി അതിനൊരു മാറ്റം വരാനും പാടില്ല. തല പോകാൻ ആലോചിച്ച് വിനോദിരിക്കുകയാണ്. ആ സമയത്ത് ഹൽദി ചടങ്ങിന് വേണ്ടിയിട്ട് വർമാജിയൊക്കെ വരുവാണ്. വർമാജിയെ കണ്ട ഉടനെ പ്രിയാമണിയും മാഷും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. വരണം വർമാജി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആനയിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും വിശ്വജിത്ത് വന്നിട്ട് ചോദിച്ചു, പരിപാടി തുടങ്ങാറായെന്ന് ചോദിക്കാം. ഇല്ല, ചെറുക്കന്റെ കൂട്ടുകാർ വന്നിട്ടില്ലോ എന്ന് പറയാണ്. അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുക്കന്റെ കൂട്ടുകാർ വരുവാണ്. സ്വപ്നവല്ലി ഫാമിലി അങ്ങോട്ടേക്ക് വരുവാണ്. അവരെ കണ്ടതും മാഷിനോട് പ്രിയാമണി പറഞ്ഞു, അതെ സ്വപ്നവല്ലിയും കൂട്ടരും വന്നല്ലോ എന്ന് പറയാണ്. അതെന്താ രാമനാഥനും കൂട്ടരും വന്നു പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല പ്രിയാമണി, ഇപ്പൊ തന്നെ നീ അങ്ങനെ സ്വപ്നവല്ലി അങ്ങോട്ട് പൊക്കി പറഞ്ഞു തുടങ്ങിയെന്ന് പറയാണ്. അത് പിന്നെ ആദ്യം നമ്മൾ ഗണപതിക്ക് വെക്കണ്ടേ, അങ്ങനെയല്ലേ പറയണേ, അതുകൊണ്ടല്ലേ നമ്മൾ സ്വപ്നവല്ലിയെ കുറിച്ച് പറഞ്ഞെന്ന് പറയാണ്. ശരി ശരി എന്ന് പറയണം. അങ്ങനെ അവരെല്ലാം കൂടെ കയറി വരുവാണ്. അപ്പോഴേക്കും വന്നിട്ട് വിശ്വജിത്ത് ചോദിച്ചു, അപ്പൊ ഇനി നമുക്ക് പരിപാടികളൊക്കെ ആരംഭിക്കാല്ലേന്ന് ചോദിക്കണം. അതേന്ന് പറയണം. ആ സമയത്താണ് മനസ്സിനെ അങ്ങോട്ട് വരുന്നത്. മനസ്സിനെ കണ്ടതും പ്രിയാമണി ചോദിച്ചല്ല, മനസ്സിനെ ഇത്ര സമയത്ത് എവിടെയായിരുന്നു? അതെ, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. അത് വീട്ടിൽ വരെ ഒന്ന് പോയതായിരുന്നു. വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഒന്നാമത്തെ കാര്യം കള്ളന്മാരുടെ ശല്യമുള്ള സമയമല്ലേ, എപ്പോഴേത് സമയമൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ പോയി നോക്കിയിട്ട് വന്നാന്ന് പറയാം. കുഴപ്പമൊന്നും ഇല്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. അല്ല എന്തിയെ പെണ്ണെന്തേന്ന് ചോദിക്കുകയാണ്. അപ്പുറം ഉണ്ടെന്ന് പറയണം. എന്നാ ഞാൻ ഡോക്ടർ ഇഷിതേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകണം. ആ സമയം പ്രിയാമ്മയോട് മാഷ് പറഞ്ഞു, ഒരാൾക്ക് മാറ്റം ഉണ്ടാവാനായിട്ട് അധിക സമയം വേണ്ടെന്ന് പറഞ്ഞാൽ എത്ര ശരിയല്ലേ? എത്ര പെട്ടെന്നാ ബോധോദയം ഉണ്ടായത്. ബുദ്ധനൊക്കെ ബോധോദയം ഉണ്ടായതുപോലെ ഒരു ബോധോദയം അല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കുന്ന ചോദിക്കുക. അത് ശരിയാ മാഷെന്ന് പറയാ. അവരങ്ങനെ സന്തോഷിക്കണം. അവരുടെ വിചാരം എന്താ? മനസ്സിനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് നല്ലതാന്നുള്ള കാര്യം. പക്ഷെ മനസ്സിന് ചെയ്യാൻ പോകുന്ന ക്രൂരതയെക്കുറിച്ച് ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഏറ്റവും വലിയ ചതി അവർ ചെയ്യാൻ പോകുന്നുള്ള കാര്യമൊന്നും പ്രിയാമണിക്കോ മാഷിനോ അറിയത്തില്ല. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അടിച്ചതിനകത്ത് പോലും കേട്ടത്തില്ല. ആ സമയത്ത് വിനോദിന്റെ ഫോണിലേക്ക് കോള് വരുവാണ്. നോക്കിയപ്പോ ആരോഗ്യമന്ത്രിയെ വിളിക്കുന്നത്. അത് വിനോദെ, കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടില്ലേ? അവന്മാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടില്ലേന്ന് ചോദിക്കും. എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം മറക്കരുത്, നാളെയാണ് ആ ദിവസം. കൃത്യം 15 മിനിറ്റ് മുമ്പ് വേണം അവളെ തട്ടിക്കൊണ്ട് പോകാനെന്ന് പറയാം. ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അങ്ങനെ വെച്ചാലും വിനോദിനും നെഞ്ചിനുള്ള ഒരു പിടപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം ഹൽദിയുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുവാണ്. അങ്ങനെ ഇഷിതേനെ കൊണ്ടുവരുവാണ്. അതിസുന്ദരിയായിട്ട് ഇഷിത വരുന്ന, നല്ല ഭംഗിയാ കാണാനായിട്ട്. ഇഷിതേനെ ഒരുക്കിക്കൊണ്ട് വന്നവിടെ ഇരുത്തുവാണ്. പിന്നീട് മഞ്ഞൾ കല്യാണം അങ്ങ് തുടങ്ങുവാണ്. ഓരോരുത്തരായിട്ട് ഇഷിതയുടെ മുഖത്ത് കൊണ്ടുവന്ന് മഞ്ഞളൊക്കെ തേക്കുവാണ്. അങ്ങനെ അവർ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങാൻ പോണ സമയത്താണ് പെട്ടെന്ന് എല്ലാവരും ആ കാഴ്ച കാണുന്നത്. രചന ചിപ്പിമോളുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. അതാരും പെട്ടെന്ന് പ്രതീക്ഷിച്ച കാര്യമില്ല. മഹേഷിന് ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല. രാമനാഥൻ പറഞ്ഞു, ഇവളെന്തിനാ പോലും ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്നേ? മഹേഷ് പറഞ്ഞു, ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാമനാഥൻ ആ കയ്യിലേക്ക് കയറി പിടിച്ചു. വേണ്ട, രചന ഉള്ളതുകൊണ്ടല്ലേ ചിപ്പിമോളെ കൊണ്ട് വന്നേ. ഇപ്പൊ അവളോട് എന്തേലും പറഞ്ഞാൽ ചിപ്പിമോളുടെ കൈയും പിടിച്ച് അവള് പോകത്തുള്ളൂ. അതൊരു കാരണവശാലും പാടില്ല. ഇഷ്ടതയ്ക്ക് നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു, ചിപ്പിമോള് വന്നില്ലല്ലോ എന്ന് ഓർത്തോണ്ട്. ഇനിയിപ്പോ ആ സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടി. ചിപ്പിമോള് വന്നല്ലോ. അങ്ങനെ ചിപ്പിമോൾ ഓടി അങ്ങോട്ടേക്ക് കയറി വരുവാണ്. രചന കുഞ്ഞിന്റെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് വന്നു. പിന്നീട് ഇഷിതയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ചിപ്പിമോളുടെ ആഗ്രഹം ഞാൻ ഇന്നലെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. ചിപ്പിമോളുടെ ആഗ്രഹം ഇവിടെ വരണം എന്നുള്ളേ. ഇന്ന് നാളെയായിട്ട് കല്യാണമല്ലേ, ചിപ്പിമോൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറയാം. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം. അത് കേട്ടതും ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് അങ്ങനെ രചനയെ മഞ്ഞളൊക്കെ തേക്കുവാണ്. ചിപ്പിമോളും എടുത്ത് മഞ്ഞളൊക്കെ ഇഷിതയുടെ മുഖത്ത് തേച്ചു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഹൽദിക്കുള്ള പാട്ടും ഡാൻസും ഒക്കെ നടത്തുവാണ്. ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നത്. ഈ സമയത്ത് രചനയ്ക്കാണെങ്കിൽ നെഞ്ച് നീറിക്കൊണ്ടിരിക്കുക. പുറമെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഉള്ളും നീറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവർ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മനസ്സിന് രചനേനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് രചനയും മനസ്സിനെയും കൂടെ അങ്ങോട്ട് മാറിപ്പോവാണ്. അങ്ങനെ മാറിപ്പോയെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിന് പറഞ്ഞു, എന്നെ മനസ്സിലായല്ലോ അല്ലേന്ന് ചോദിക്കണം. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. രചന പറഞ്ഞു, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനില്ല എന്ന് പറയാണ്.
അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാ. ഇത് കേട്ടത് മനസ്സിന് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയോളാ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പം എന്റെ മകന്റെ ഭാര്യയുടെ യൂട്രസ് എടുത്ത് മാറ്റാനായിട്ട് അവൾ പറഞ്ഞിരിക്കുക. എല്ലാം അവൾ ഒറ്റ എടുത്ത് കാരണമാ. ഇനി ഒരിക്കലും എന്റെ മോനൊരു കുഞ്ഞിനെ കിട്ടത്തില്ല. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് അടിമുടി പെരുത്ത് കയറുക. ഒരിക്കലും അവള് സന്തോഷത്തോടെ ജീവിക്കത്തില്ല എന്ന് പറയണം. രചന പറഞ്ഞു, അതാ ഞാനും പറയണേ, എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് അവള് നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാനും മഹേഷും തമ്മിൽ അകന്നു കഴിഞ്ഞപ്പോ ആ ഗ്യാപ്പിൽ കയറി പറ്റാൻ നോക്കിയോളാ അവളെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. അതെ, നമ്മളിങ്ങനെ അധികം മാറി സംസാരിച്ച് ശരിയാകത്തില്ല. അപ്പൊ നാളെ നമുക്ക് കാണാം, ഓക്കെ ആണല്ലോ? ആർക്കെല്ലാം സംശയം തോന്നിയാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും അങ്ങോട്ട് പോവാണ്. പിന്നീട് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അല്ല, ആ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത് കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.